ചോദ്യം. ആദ്യകാലത്ത് കഅബക്ക് പുറത്തേക്ക് എത്ര വാതിലുകൾ ഉണ്ടായിരുന്നു? ഉത്തരം: 2 വാതിലുകൾ. ചോദ്യം. ഇപ്പോൾ കഅബക്ക് പുറത്തേക്ക് എത്ര വാതിലുകളുണ്ട്? ഉത്തരം: 1 വാതിൽ. ചോദ്യം. ആരാണ് കഅബയുടെ ഒരു വാതിൽ അടച്ചത്? ഉത്തരം: ഖുറൈശികൾ. ചോദ്യം. ഖുറൈശികൾ കഅബക്ക് മേൽക്കൂര പണിയാനുള്ള കാരണം? ഉത്തരം: ചില കള്ളന്മാർ കഅബയിൽ സൂക്ഷിച്ചിരുന്ന നിധി മോഷ്ടിച്ചു കൊണ്ടുപോയി. ചോദ്യം. ഹജറുൽ അസ്വദ് എന്ന പേരിനർത്ഥം? ഉത്തരം: കറുത്ത കല്ല്. ചോദ്യം. ഹജറുൽ അസ്വദിന്റെ ഉറവിടം? ഉത്തരം: സ്വർഗം. ചോദ്യം. സ്വർഗത്തിൽ നിന്ന് ഇറക്കുമ്പോൾ ഹജറുൽ അസ്വദിന്റെ നിറം എന്തായിരുന്നു? ഉത്തരം: ശക്തമായ വെളുപ്പ്. ചോദ്യം. വെളുത്ത കല്ലെങ്ങനെയാണ് കറുത്ത കല്ലായത്? ഉത്തരം: ആദം സന്തതികളുടെ പാപങ്ങളുടെ പ്രതിഫലനം കൊണ്ട്. ചോദ്യം. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കഅബാലയം പുനർനിർമ്മിച്ചപ്പോൾ കഅബയുടെ ഭിത്തിയിൽ പതിഞ്ഞ ഭാഗം വെളുത്ത നിറത്തിൽ കണ്ടത് ആര്? ഉത്തരം: മുജാഹിദ് റളിയല്ലാഹു അൻഹു. ചോദ്യം. കഅബയുടെ ചുമരിൽ ഹജറുൽ അസ്വദ് പതിച്ചപ്പോൾ എത്ര കല്ലുകൾ ഉണ്ടായിരുന്നു? ഉത്തരം: 1 മാത്രം. ചോദ്യം. ഇപ്പോൾ ഹജറുൽ അസ്വദ് എത്ര കഷ്ണങ്ങളാണ്? ഉത്തരം: പുറം ഭാഗത്ത് 8 കഷ്ണങ്ങൾ. ചോദ്യം. ഹജറുൽ അസ്വദ് പൊട്ടിയത് എന്ന്? ഉത്തരം: ഹിജ്റ 319. ചോദ്യം. ഹജറുൽ അസ്വദ് ആരാണ് പൊട്ടിച്ചത്? ഉത്തരം: ഖിറാമത്തികൾ. ചോദ്യം. ആരാണ് ഖിറാമത്തികൾ? ഉത്തരം: അബൂ ത്വാഹിർ അൽ ഖിർമിതി എന്ന നേതാവിന്റെ കീഴിൽ ഒരുമിച്ച് കൂടിയ ഷിയാക്കൾ. ചോദ്യം. ഷിയാക്കളിലെ ഏത് വിഭാഗക്കാരാണ് ഖിർമിതികൾ? ഉത്തരം: ഇസ്മായിലിയത്തുൽ ബാത്തുനിയ വിഭാഗം. ചോദ്യം. ഖിറാമത്തി ചെയ്ത അതിക്രമം എന്ത്? ഉത്തരം: കഅബയിൽ അതിക്രമിച്ച് കയറി ഹജറുൽ അസ്വദ് പുഴക്കിയെടുത്തു. ചോദ്യം. ഹജറുൽ അസ്വദ് എങ്ങോട്ടാണ് അവർ കടത്തിക്കൊണ്ടുപോയത്? ഉത്തരം: അഹ്സാ എന്ന പ്രദേശത്തേക്ക്. ചോദ്യം. പിന്നീട് എന്നാണ് ഹജറുൽ അസ്വദ് പുനഃസ്ഥാപിച്ചത്? ഉത്തരം: ഹിജ്റ 339. ചോദ്യം. ഹജറുൽ അസ്വദിന്റെ പുറത്തേക്ക് കാണുന്ന ഓരോ കഷ്ണത്തിന്റെയും വലിപ്പം എത്ര? ഉത്തരം: ഏറ്റവും വലിയതിന് ഒരു കാരക്കയുടെ വലിപ്പം മാത്രം. ചോദ്യം. ഹജറുൽ അസ്വദിന്റെ കഷ്ണങ്ങൾ ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത് എന്തിലാണ്? ഉത്തരം: വെള്ളി കൊണ്ട് പൊതിഞ്ഞ മറ്റൊരു വലിയ കല്ലിൽ. ചോദ്യം. ഹജറുൽ അസ്വദിന്റെ പോരിശകളിൽ ചിലത്: 1. സ്വർഗത്തിലെ കല്ല്. 2. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്ഥാപിച്ചത്. 3. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരങ്ങൾ കൊണ്ട് പുനഃസ്ഥാപിച്ചത്. 4. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുംബനം ലഭിച്ച കല്ല്. 5. മുൻകാല പ്രവാചകന്മാരുടെ ചുംബനം ലഭിച്ച കല്ല്. 6. തവാഫിന്റെ ആരംഭവും അവസാനവും. 7. കോടാനകോടി സ്വാലിഹീങ്ങളുടെ ചുണ്ട് പതിഞ്ഞ കല്ല്. 8. ദുആന് ഉത്തരം ലഭിക്കുന്ന സ്ഥലം. 9. അഭിവാദ്യമർപ്പിച്ചവർക്ക് അന്ത്യനാളിൽ ശുപാർശ ചെയ്യുന്ന കല്ല്. ചോദ്യം. ഹജറുൽ അസ്വദിന് ആദ്യമായി വെള്ളി കൊണ്ട് ആവരണം ഉണ്ടാക്കിയത് ആര്? ഉത്തരം: അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു.